ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇരുട്ടത്ത് ചാറ്റൽ മഴയും കൊണ്ട് തിയേറ്ററിൽ എത്തുന്നു. അതിരാവിലെ 4 മണിക്ക് ആരാധകരുടെ ഇടയിൽ വിജയ് സിനിമ കാണുന്നു. എന്താ ഒരു ഫീൽ! വിജയ് സൂപ്പറാണ്. പക്ഷെ സിനിമ വിജയെ നായകനാക്കി വെങ്കിട്ട് പ്രഭു ഒരുക്കിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയ്ക്ക് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ഫാൻ ഷോ അടക്കം പൂർത്തിയാകുമ്പോൾ തരക്കേടില്ലാത്ത അഭിപ്രായത്തിൽ ഒതുങ്ങുകയാണ് ഈ വിജയ് ചിത്രം. ഇരട്ട വേഷത്തിലെത്തുന്ന ദളപതിയുടെ തീപാറുന്ന പ്രകടനം മാത്രമാണ് സിനിമയുടെ ഏക ആശ്വാസമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു. തിരക്കഥയും ആവർത്തിച്ചു വരുന്ന ക്രഞ്ച് രംഗങ്ങളുമാണ് സിനിമയുടെ പ്രധാന പോരായ്മ. വിജയുടെ ലുക്കും നെഗറ്റീവായി മാറി. നായികമാരായി എത്തുന്ന സ്നേഹയ്ക്കും മീനാക്ഷിക്കും കാര്യമായി ഒന്നും ചെയ്യാനില്ല. 3 മണിക്കൂർ ഗ്യാപ്പില്ലാത്ത അഴിഞ്ഞാട്ടം, അടി, ഇടി, വെടി, പുക, കോമഡി, ആരാധകരുടെ ആവേശം. പക്ക കൊമേഴ്ഷ്യൽ സിനിമ എന്റർടൈനറുമായാണ് ദളപതി വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ എത്തുന്നത്. താരം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വച്ചതോടെ ഇനി അടുത്തൊന്നും വിജയുടെ സിനിമ ഇതുപോലെ തിയേറ്ററിലെത്തി ആരാധകരുടെ വൈബിനൊപ്പം കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് ആരാധകർ കണ്ണും പൂട്ടി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൽ എത്ര പേർ കൈയടിച്ചു? ഇതിൽ എത്ര പേർ എ സിയിൽ കിടന്നുറങ്ങി? ആർക്കറിയാം. ക്രഞ്ചുകളുടെ മേളമാണ് സിനിമയുടെ പലയിടത്തും. സംവിധായകൻ മനഃപൂർവ്വം സൂഫിട്ടതാണോ എന്ന് സംശയം തോന്നിപ്പോവും. എന്നിരുന്നാലും വിജയ് ആരാധകരെയും സിനിമാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുന്ന വിഷ്വൽ ട്രീറ്റുമായാണ് സംവിധായകൻ വെങ്കിട്ട് പ്രഭുവിന്റെ വരവ്. തല അജിത്തിന് മങ്കാത്ത നൽകിയ വെങ്കിട്ട് പ്രഭുവാണ് ഗോട്ടിന്റെ സംവിധായകൻ എന്നത് മറക്കാതെയാണ് ഈ സിനിമ കാണേണ്ടത്. ആദ്യ അവസാനം ലാഗടിപ്പിക്കാത്ത സിനിമയാണ് ഗോട്ട്. മോശമില്ലാത്ത ഇന്റർവെൽ പഞ്ച്, ലാഗില്ലാത്ത രണ്ടാം പകുതി എന്നിവയുമുണ്ട്. എന്നാൽ വിജയ് ആരാധകനല്ലാത്ത ഒരു സാധാരണ പ്രേക്ഷകന് സിനിമ എത്രമാത്രം ദഹിക്കുമെന്നത് സംശയമാണ്. ഒരു വെങ്കിട്ട് പ്രഭു ഹീറോ എന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ തുടക്കത്തിൽ സംവിധായകൻ എഴുതി കാണിക്കുന്നത്. സരോജയും ഗോവയും മങ്കാത്തയും ഒക്കെ ചെയ്ത വെങ്കിട്ട് പ്രഭു ഇതിലും അഴിഞ്ഞാടുന്നു. ബുദ്ധിപൂർവം പ്ലേസ് ചെയ്യുന്ന ബ്ലാക്ക് കോമഡികൾ, സ്വയം കളിയാക്കലുകൾ, വിമർശനങ്ങൾ, ക്ലീഷകൾ, ക്രഞ്ചുകളെയും എടുത്തുപയോഗിച്ച് അതിനെ തന്നെ കളിയാക്കുന്ന ശൈലി വെങ്കിട്ട് പ്രഭുവിന്റെ സ്ഥിരം നമ്പറുകളാണ്. അതിനകത്തേക്കാണ് തമിഴിന്റെ സ്റ്റൈൽ മന്നൻ വിജയ് കടന്നു വരുന്നത്. പണ്ട് മുതൽ ഇന്നു വരെയുള്ള വിജയ് സിനിമകളുടെ പല പല റെഫറൻസുകളും കഥാസന്ദർഭങ്ങളും കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ടാണ് വെങ്കിട്ട് പ്രഭു ഗോട്ട് ഒരുക്കിയിരിക്കുന്നത്. വിജയ് സിനിമകളിലെ പതിവ് അണ്ണൻ പാസം, തങ്കച്ചി പാസം സംഗതികൾ സിനിമയിലുണ്ട്. എന്നാൽ അച്ഛൻ ദളപതി ഇത്തരമൊരു ഡയലോഗ് അടിക്കുമ്പോൾ മകൻ ദളപതി ക്രഞ്ച് ഡയലോഗ് എന്നും പറഞ്ഞ് കളിയാക്കുന്നുമുണ്ട്. മരുതമലൈ മാമണിയെ മുരുകയ്യ പാട്ട് മുതൽ പടയപ്പയുടെ ബീജിയം വരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗില്ലിയും മധുരയും മുതൽ വിസിൽ പോഡ് വരെയുണ്ട്. SATS അഥവാ സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ ഫീൽഡ് ഏജന്റ് MS ഗാന്ധിയായും അദ്ദേഹത്തിന്റെ മകൻ ജീവനായും ഇരട്ട വേഷത്തിലാണ് വിജയ് എത്തുന്നത്. ഗാന്ധിയുടെ ടീമിൽ ഒപ്പമുള്ളത് ഒരു കാലത്ത് തമിഴ് സിനിമയെ ഇളക്കി മറിച്ച പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ എന്നിവരാണ്. കെനിയയിൽ വെച്ച് ഒരു ട്രെയിൻ അറ്റാക്ക് ചെയ്ത് യുറേനിയം കൈക്കലാക്കാനുള്ള മിഷനുമായി എത്തുകയാണ് SATS ടീം. ഈ സീൻ തുടങ്ങുന്നത് ഒരു ഗംഭീര സർപ്രൈസുമായാണ്. ടൈറ്റിൽ കാർഡിന് മുമ്പ് തന്നെ തുടങ്ങി വെക്കുന്ന ഈ ആക്ഷൻ സീക്വൻസോടെ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് പിടികിട്ടും. പിന്നീട് അങ്ങോട്ട് ചുമ്മാ ഓരോളത്തിൽ പോയാൽ മതി. സ്നേഹ, മീനാക്ഷി ചൗധരി എന്നിവർ നായികമാരായി എത്തുന്ന ചിത്രത്തിൽ ലൈല, കനിക തുടങ്ങിയ നടിമാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. ഇതുവരെ ഇറങ്ങിയ വിജയ് സിനിമകളിലെ നല്ല സീക്വൻസുകളെ കോർത്തിണക്കാനാണോ വെങ്കിട്ട് പ്രഭു ശ്രമിക്കുന്നത് എന്ന് ചിലപ്പോൾ സംശയം തോന്നും. ക്ലൈമാക്സിന് മുമ്പ് സസ്പെൻസുമായി എത്തിയ അതിഥി താരങ്ങൾ ചിത്രത്തിന്റെ ബോണസ് പോയിന്റ് ആണ്. അച്ഛനായും മകനായും വിജയ് തകർത്ത് അഭിനയിച്ചു എന്ന് പറയാം. ഒരു വശത്ത് മിതമായ അഭിനയം കാഴ്ചവെക്കുമ്പോൾ മറുവശത്ത് 20കാരനായി അഴിഞ്ഞാടുകയാണ്. ലിയോയ്ക്ക് ശേഷം വിജയ് സിനിമയ്ക്ക് ഒരു ഗംഭീര ടൈറ്റിൽ കാർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറെ രസകരമായ കാര്യം. പാട്ടുകൾ ഇറങ്ങിയ സമയത്ത് യുവൻ ശങ്കർ രാജ നേരിടേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകൾ സിനിമയിൽ പരമാവധി പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അനിരുദ്ധ ഒരു കൈ വച്ചിരുന്നെങ്കിൽ എന്ന് ചില സമയത്ത് തോന്നും. തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന് ട്രിബ്യൂട്ടുമായാണ് സിനിമ തുടങ്ങുന്നത്. AI ഉപയോഗിച്ച് വിജയകാന്തിനെ പുനഃസൃഷ്ടിക്കാനുള്ള വെങ്കിട്ട് പ്രഭുവിന്റെ ശ്രമം ഒരു പരിധിവരെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. വിജയുടെ പല പ്രായത്തിലുള്ള രൂപം കൊണ്ടുവരാൻ വെങ്കിട്ട് പ്രഭു ഡി-ഏജിങ്ങിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മികച്ച രീതിയിലാണ് സിനിമയുടെ AI ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ലോകം മുഴുവൻ കാര്യമായ കച്ചവടം നടന്നു കഴിഞ്ഞിരുന്നു. കോടികൾ പെട്ടിയിൽ വീണു കഴിഞ്ഞു. ഒരു ശരാശരി കഥയുണ്ടെങ്കിൽ പോലും
ബോക്സ് ഓഫീസിൽ മെഗാ ഹിറ്റ് നൽകുമെന്ന് ഉറപ്പുള്ള സൂപ്പർ താരമാണ് വിജയ് എന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ 100 കോടി 200 കോടി കണക്കുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന്റെ മുന്നോടിയായി ചില മാസ് സീനുകളും ഡയലോഗുകളും അതിനെ കളിയാക്കുന്ന തരത്തിൽ കൗണ്ടറുകളും ഒക്കെ ചിത്രത്തിൽ അവിടെ ഇണക്കി ചേർത്തിട്ടുണ്ട്. രാഷ്ട്രീയ കണക്ഷൻ കാരണമാണോ വിജയ് കഥാപാത്രത്തിന് ഗാന്ധി എന്ന പേരിട്ടത് എന്ന് സംശയം തോന്നും. ഗാന്ധി ഫാദർ ഓഫ് ദ നാഷൻ എന്ന് പലവട്ടം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇതേ ഡയലോഗിന് യോഗി ബാബുവിനെ വെച്ച് വെങ്കിട്ട് പ്രഭു കൗണ്ടർ അടിക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിൽ MGRന് ശേഷം രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ മരണശേഷം സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് പോലും അത്തരമൊരു റെഫറൻസ് ആണെന്ന് ആരാധകർ കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം പാട്ടും കൂത്തുമായി ആഘോഷിക്കുന്ന സീനിൽ പാർട്ടി തുടങ്ങി ക്യാമ്പയിൻ തുറന്നു കഴിഞ്ഞ് നൻപന്മാർ കൂടെയുണ്ട് എന്ന് വിജയ് പ്രഖ്യാപിക്കുന്നുമുണ്ട്. ക്യാമ്പയിൻ എന്നാണോ ഷാമ്പയിൻ എന്നാണോ എന്ന് പ്രശാന്തിനെ കൊണ്ട് വെങ്കിട്ട് പ്രഭു ഒരു കൗണ്ടർ ചോദിപ്പിക്കുന്നുമുണ്ട്. ക്ലോൺ ചെയ്തതുപോലെ തമിഴിൽ ഒരേ കഥയുള്ള പല സിനിമകൾ വരുന്ന കാലമാണ്. 2ാം ഭാഗവും 3ാം ഭാഗവും ഒക്കെ പ്രഖ്യാപിച്ചാണ് പല സിനിമകളും തീരുന്നത്. ഈ ശൈലിയെ ചിത്രത്തിന്റെ ടെയിൽ എൻഡിൽ വെങ്കിട്ട് പ്രഭു കാര്യമായി കളിയാക്കുന്നുമുണ്ട്. ഞാൻ പറയുമ്പോൾ പടം തീരും എന്ന് ചങ്ങാതി ക്ലീനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സാങ്കേതിക തികവിൽ പുലർത്തുന്ന കൃത്യത തിരക്കഥയിൽ കൂടി പ്രതിഫലിച്ചിരുന്നു എങ്കിൽ വേറെ ലെവലിൽ എത്തേണ്ട സിനിമയായിരുന്നു ഗോഡ്. അജിത്തിന് മങ്കാത്ത നൽകിയ വെങ്കിട്ട് പ്രഭു വിജയിലെത്തുമ്പോൾ ആ വാക്ക് പാലിച്ചില്ല എന്നതാണ് നിരാശ നൽകുന്നത്. എന്തായാലും ഒന്നുറപ്പാണ്, ആദ്യവട്ടം കാണുമ്പോൾ ഒരു ടിപ്പിക്കൽ വിജയ് സിനിമയാണ് എന്ന് തോന്നലുണ്ടാക്കുമെങ്കിലും 2ാം വട്ടം ശ്രദ്ധിച്ചു കണ്ടാൽ ഒരു ടിപ്പിക്കൽ വെങ്കിട്ട് പ്രഭു സിനിമയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും.